പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ 52 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒന്ന് ഞാൻ പറയുന്നു, ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കർത്താവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി. അവിടെ ഞാൻ അല്പം പോലും എനിക്ക് വേണ്ടി മാറ്റിവെച്ചില്ല. അതെ, ഈശോ പറയാറുണ്ട്, ഈശോ യൂതനാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണെന്നറിയാമോ? ജൂതന്മാരോട് ഒരു കരാറ് നടത്തിയാൽ, അവരുടെ ബിസിനസ്സിൽ ഒരു കരാറ് നടത്തി ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിടില്ല. ഇനിയും അതെ, നമുക്കറിയാം, ജൂതനായ ഈശോ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും മാതാവും ഔഷധപിതാവും ചോദിച്ചു, ഞങ്ങളോട് എന്തായി ചെയ്തത് എന്ന്. അപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷിലായ രസം. ഡോണ്ട് യു നോ ദാറ്റ് ഐ ഷുഡ് ഡു മൈ ഫാദേഴ്സ് ബിസിനസ്? എൻ്റെ അപ്പൻ്റെ ബിസിനസ് നടത്തണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നത്. എന്തായിരുന്നു അപ്പൻ്റെ ബിസിനസ്? എല്ലാവരെയും രക്ഷിക്കുക. ഹല്ലേലൂയ. അതെ, എല്ലാവരും രക്ഷിക്കുക എന്നാണ് പിതാവിൻ്റെ ബിസിനസ്. അത് ഈശോ നല്ലപോലെ ചെയ്തു. അതുകൊണ്ട് ഈശോയോട് എപ്പോഴും പറയുവാൻ നിന്നോടുകൂടി ഉണ്ട്, നീ എൻ്റെ പ്രിയമകനാണ് എന്നൊക്കെ. അതിനുശേഷം അതെ, ആ ഈശോ തുടർന്ന ജോലി ആര് ഏറ്റെടുക്കുന്നുവോ ആ ജൂതനോടുകൂടി ഏറ്റെടുക്കുന്നു. അപ്പോൾ ജൂതൻ ഒരിക്കലും കൈവിടില്ല. ഇതാണ് വിവിധ പാതകളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് അനുഭവമായത്. കാരണം നോക്കുമ്പോൾ വീൽചെയറിലാണെങ്കിലും ആളുകൾ തിരസ്കരിച്ചാലും അത് അവിടെയെല്ലാം ഒരു കാര്യം അത് യേശു കാണുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആ പണി ചെയ്യുന്നതുകൊണ്ട് പുള്ളി വിടില്ല. ഞാൻ നിന്നോടുകൂടി ഉണ്ട്, നിന്റെ കരങ്ങൾക്ക് പിടിച്ച് നടക്കുന്നു, നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു കയ്യേൽ, ഇതെല്ലാം ജൂതൻ്റെ വാക്കുകളാണ്. അപ്പോൾ ആ ജൂതനായ ഈശോ അത് എൻ്റെ കൂടെ ഉണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ചെയ്തതും അവൻ തന്നെ. ഞാൻ ഓർക്കും, ഞാൻ പോയോ? ഇല്ല, ഈശോയാണ് പോയത്. ബഹുമാനപ്പെട്ട മേരി ചേച്ചി പറഞ്ഞ പോലെ 1.5 മാസം ഞാൻ കട്ടിലേ നിന്ന് വീണ്, കൊച്ചു പിള്ളേർ വീഴുന്ന പോലെ കാല് ചതഞ്ഞു മുറിഞ്ഞു. അപ്പോൾ ഞാൻ വേദനയുണ്ട്, ആഫ്രിക്കയ്ക്ക് പോകണം. അപ്പോൾ ഒരു പിതാവ്, അത് വരാനുള്ള സെബാസ്റ്റ്യൻ പിതാവ് പറഞ്ഞു, അച്ഛാ പോകണ്ട, 2 ആഴ്ച അവിടെ പോയി ചേരുമ്പം മടുക്കും, വേദന എടുക്കും. നമ്മൾ അങ്ങനെയാണ് ഞാൻ ഇനി ജീവിതം മുഴുവൻ ചുമ്മാതെ ഇരുന്നാൽ മതി. ഈ കഴിഞ്ഞ 14 വർഷം പ്രത്യേകിച്ച് ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് വേദന എടുത്താൽ ഞാൻ പോകുന്ന പിതാവേ. അവിടെ പിതാവ് ഞാൻ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് അനുഗ്രഹിച്ചാൽ മതി. എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് മറ്റിലെ കിടക്കാം. എന്നാലും ഓർക്കും, വയസ്സ് 50ഓളം ആയി, ഇത്രയും ഓടി നടന്നല്ലേ, ഒരു വിശ്രമിക്കട്ടെ എന്ന് ആരെന്നെ പഴിക്കില്ല. അതാണ് ഒരു ഓപ്ഷൻ. മറ്റത് അറിയിലും വഹിച്ചുകൊണ്ട് ജൂതൻ്റെ കൂടെ പോവുക. 2 കൽപ്പിച്ച് അങ്ങനെ പോയിട്ട് ഇപ്പോൾ കാലിന് വേദനയുണ്ട്, അതെനിക്ക് പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, എനിക്കൊന്ന് പറയാൻ സാധിക്കും, എനിക്കൊരു വലിയ ദാഹമാണ്. ആ ദാഹം തീരുന്നില്ല. ആ ദാഹം ആ കുരിശിലേക്ക് നോക്കുമ്പോൾ പലർക്കും ഞാൻ ആ കുരിശുരൂപത്തെ പറ്റിയോ കുരിശിനെ പറ്റി പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ കഴുത്തേലും എൻ്റെ തലണക്കയിലും എല്ലാം ഒരു കുരിശുരൂപമുള്ളത് ആ രൂപത്തിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല, അതിൻ്റെ പിന്നിലുള്ള മനുഷ്യനെ, ആ കാര്യം പാടി തൂങ്ങിക്കിടക്കുന്നതിനെ ഒന്ന് നോക്കും. എൻ്റെ എല്ലാ സഹനങ്ങളും അവിടെ നോക്കിക്കഴിയുമ്പോൾ മധുരമായി തീരും. അങ്ങനെ ഞാൻ സഹിക്കുന്നവനല്ല. അതെ, ഞാൻ പറയും, അത് യേശുവിനോടുകൂടി സഹിക്കുന്നത് യഥാർത്ഥത്തിൽ മഹനീയമാണ്. അത് ഒരു സമർപ്പണമാണ്, യാഗമാണ്. യേശുവിനെ കൂടാതെ സഹിക്കുമ്പോൾ അത് ശാപമാണ്, മാത്രമല്ല വേദനയുമാണ്. അവിടെ പ്രിയപ്പെട്ടത്, എനിക്ക് യാതൊരു വേദനയും ഇല്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. സന്തോഷിക്കുമ്പോൾ നെഹമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവിലുള്ള സന്തോഷമാണ്, ആനന്ദമാണ് എൻ്റെ ശക്തി. ഈ ശക്തിയാണ് അരയില് നയിച്ചുകൊണ്ട് പോകുന്നത്. ആരെങ്കിലും ചോദിക്കുക, അച്ഛാ ടയേർഡായോ? ആരും ടയേർഡ്? ഒരിക്കൽ ഞാൻ പറയില്ല ഞാൻ ടയേർഡാണ്. വേദനയുണ്ടോ? ഇല്ല. ഈശോയോട് ആകുമ്പോൾ അതില്ല. ഒരു മക്കളെ, ഈ ദാഹം അത് തീരുന്നില്ല. കാരണം ഈ കുരിശ് നോക്കുമ്പോൾ ആ ദാഹത്തിൻ്റെ വിളിയാണ്. ഞാനെപ്പോഴും രാത്രി പകൽ ഉറക്കം 2 മണിക്കൂർ ഉറങ്ങിയാൽ നല്ല ഉറക്കമാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കേൾക്കുന്ന ഇതാണ്, എനിക്ക് ദാഹിക്കുന്നു. എങ്ങനെ ഈ ദാഹം തീർക്കാൻ കഴിയും?
ദാഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. എൻ്റെ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത് എൻ്റെ ചെവിയിൽ അതെപ്പോഴും മറ്റൊരിക്കൊള്ളും. അജ്ഞത കൊണ്ട് ഇന്ന് ഈശോ അറിഞ്ഞുകൂടാ, സഭ അറിഞ്ഞുകൂടാ, കൂരാശ അറിഞ്ഞുകൂടാ. അതിൻ്റെയാണ് ഈ കാണുന്ന കേരളത്തിലായാലും എവിടെയായാലും അത് ഈ വഴക്കും വയ്യാവേയും എല്ലാം ഉണ്ടാകും. കാരണം ഈശോ അറിയത്തില്ല, കൂരാശ അറിയത്തില്ല, വിശുദ്ധ കുർബാന എന്തെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ കാണുന്ന ബഹളങ്ങളെല്ലാം. യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനെ സ്നേഹം അറിഞ്ഞിരുന്നെങ്കിൽ, മാത്രമല്ല ആ യേശു നമ്മോട് കാട്ടുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നും ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാരീരികമായി സന്നിധി ചെയ്യുന്ന കർത്താവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, യേശുവിനെ കണ്ടിട്ടില്ല, അതെ ഇതെന്റെ ശരീരമാകുന്നു. A wonderful word in English, transubstantiation. ആ അപ്പം മുഴുവൻ, അപ്പത്തിന്റെ സബ്സ്റ്റൻസ് മുഴുവൻ അത് യേശുവിന്റെ ശരീര സബ്സ്റ്റൻസ് ആയിത്തീരുന്നു. ഹല്ലേലൂയ. ആ വീഞ്ഞിന്റെ തുള്ളി മുഴുവൻ, അംശം മുഴുവൻ, ഓരോ കോശങ്ങളും യേശു രക്തമാകുന്നു. ആ കുരാശ വചനം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം അവിടില്ല, വീഞ്ഞില്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? അങ്ങനെയാണ് ഈശോ നമ്മോടൊത്ത് വസിക്കുന്നത്. ഞാൻ ഒന്ന് പറയാൻ മാത്രം നന്ദി പറയുമ്പോൾ അത് ഈ പറഞ്ഞതൊക്കെ എന്നെ പറ്റിയല്ല, ഈശോയെ പറ്റിയാണ്. ഈശോയെ സ്തുതിക്കുക, നന്ദി പറയുക. ഇപ്പോൾ ഞാൻ കരുതിയാണ്, ഞാനല്ല യാത്ര ചെയ്തത്. അതെ, 14 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും 14 മണിക്കൂർ 2 ആഴ്ചക്കടയിൽ പോയത് ഞാനല്ല, ഈശോയെ പോയത്. എൻ്റെ അത് ജഡം യേശുവിന് കൊടുത്തു, എൻ്റെ ജീവിതം കൊടുത്തു, കഴുതയാൽ എന്നെ കൊടുത്തു. അത്രമാത്രം ഈശോ ആണ് പോയത്. പ്രസംഗിക്കുന്നു ഈശോയാണ്, രോഗശാന്തി കൊടുക്കുന്നു ഈശോയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഞാൻ എന്നും ഒരു കഴുതയാണ്. അതുകൊണ്ട് ഞാൻ പാരാട്ടമില്ലാതെ സന്തോഷത്തോടെ ശക്തിയിൽ മുന്നോട്ട് പോകുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ അൽമേനിയിൽ ഞാൻ ആദ്യം മുതലേ 80 വർഷക്കാലത്തെ എൻ്റെ പ്രഘോഷണ ജീവിതകാലത്ത് ഞാൻ പ്രഘോഷിച്ചത് അൽമേനികൾക്ക് വേണ്ടിയാണ്. കോട്ടയത്തായാലും തിരുവനന്തപുരത്തായാലും എവിടെ. അതുകൊണ്ട് നിങ്ങൾ അൽമേനികൾ എന്നെ അംഗീകരിച്ച ഇപ്പോഴൊരു അവാർഡ് തന്നത് ഞാനത് അറിയണമെന്നുമല്ല. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ മക്കൾ ഒരു ഉപകാരം നൽകുന്നു. ഇതിൻ്റെ സന്തോഷം വലുതാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതം, എന്നിൽ നിന്ന് ആധ്യാത്മിക ജീവിതവും ആധ്യാത്മിക മൂല്യങ്ങളും നേടിയത് അൽമേനികളാണ്. അവിടെ നിങ്ങൾ അത് ആ സന്തോഷം അറിയിക്കാൻ ഇത് എനിക്ക് തരുത് നോക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ മക്കൾ അമ്മയെക്കുട്ടി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ആരുമായിട്ടാണ് ഒട്ടാനും പ്രായം കൂടിയവരാണെങ്കിലും മകനും മകളുമായിട്ടാണ് കാണുന്നത്. മോളേന്ന് ഞാൻ എവിടെ പോയാലും വിളിക്കാറുള്ളൂ. ഭംഗിവാക്കല്ല, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സുവിശേഷ പ്രഘോഷണത്തിൽ മുറിച്ചു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിലൂടെ അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന വ്യക്തി അത് എൻ്റെ കൈകളിലൂടെയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ രക്തബന്ധം ഉണ്ടാകുന്നു. അത് സഹോദര സഹോദരി എന്ന് വിളിച്ചാൽ അർത്ഥമുണ്ട്. ഞാൻ പ്രായമായതുകൊണ്ട് എനിക്ക് എല്ലാവരെയും മക്കളെന്ന് വിളിക്കാം. അതുകൊണ്ട് മക്കളെ നന്ദി പറയുന്നു. അതെ, ക്രിസ്ത്യൻ ബഹുമാനപ്പെട്ട ദേവപ്രസാദ് പറഞ്ഞതുപോലെ ക്രിസ്ത്യനിൽ വെച്ച് നടന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം വരഞ്ഞത്. മാത്രമല്ല ക്രിസ്ത്യൻ അത് എൻ്റെ മക്കളാണ്. നിങ്ങൾക്കറിയത്തില്ല, വലിയ ചരിത്രമുള്ള നേരമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, മക്കൾക്ക് നന്ദി, സ്തോത്രം. അത് കർത്താവിന് സ്തോത്രം, മക്കൾക്ക് നന്ദി. അതുപോലെ ഇന്ന് നല്ല പ്രസംഗമൊക്കെ പറഞ്ഞതും അത് സിറേഖ് ഡോക്ടർ മുതൽ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അത് നിങ്ങൾക്കെല്ലാവരും അറിയാം. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതിനെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും. I thank you all for doing all that you have done here, spoken here, much more for the award you have given. I was just laughing. I was just asking myself, Star of India, spiritual star, who is that? Jesus Christ the Lord. കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. I am not the star of India. I am not the spiritual star of India. That is Jesus Christ the Lord. Hallelujah. അവൻ്റെ ഈ അവാർഡ് ഈശോയ്ക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട. അത് ഈശോയുടെ മഹത്വം ഉണ്ടാകട്ടെ.
ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈശോയ്ക്ക് ആ ഉപഹാരം അഥവാ ഈ തന്നിരിക്കുന്ന അത് ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താൻ നന്ദി പറയുന്നു. മക്കളെ, നിങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പോകുന്നു. ഷക്കീനായ 2 ധ്യാനമുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷും ഈ കൊല്ലമുണ്ട് ഏപ്രിൽ മാസത്തിൽ. അത് നിങ്ങൾക്ക് പിന്നീട് അനൗൺസ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ പള്ളി ചോദിക്കാറുണ്ട് ജനിച്ചിട്ട് ധ്യാനമില്ലേ? അത് ഞാൻ ഉടനെ ധ്യാനിപ്പിക്കാറില്ല. ക്രൈസ്തലാണ്. അതുകൊണ്ട് ഇപ്പോൾ ധ്യാനപ്രസംഗം പറയുകയല്ല, അത് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. ആൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, എനിക്ക് എത്ര വർഷം ജീവിക്കും, എനിക്ക് ഇന്ന് ജീവിച്ചാൽ മതി. ഞാൻ ഇന്നത്തേന് മാത്രമേ കരുതുന്നുള്ളൂ. അത് നാളത്തെ കർത്താവിനെ കൊടുത്തിരിക്കുകയാണ്. അതെ, 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ കുഴപ്പമില്ല, പോരട്ടെ. ഹല്ലേലൂയ. അതെ, എനിക്ക് അത് ഇന്ന് ജീവിക്കണം, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് പ്രസംഗിക്കണം, ഇന്ന് ഈശോയെ കൊടുക്കണം, ഇന്ന് ഈശോയുടെ ദാഹം തീർക്കാൻ ശ്രമിക്കണം. ആ ദാഹം മനുഷ്യൻ്റെ ദാഹമാണ്. ആ ആശയമുള്ളൂ, ആ പ്ലാനേ എനിക്കുള്ളൂ. പ്രാർത്ഥിക്കാം പരസ്പരം.